ഹലോ അച്ചൂസ് വ്ലോഗ്സ് ആൻഡ് ഹെൽത്തി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ട് തലവര മാറിയ പെൺകുട്ടി. അതെ, ചിലർക്ക് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ കിട്ടുന്നത്. 16-ാം വയസ്സിൽ തലവര തെളിഞ്ഞ ഒരു പെൺകുട്ടിയാണ് കുംഭമേളയ്ക്കിടയിൽ മാല വിൽക്കാനായി എത്തിയ മൊണാലിസ ബോസ്ലെ. കുംഭമേളയിൽ മാല വിൽക്കാനായി എത്തിയ ഈ കുട്ടിയെ ശ്രദ്ധിക്കാത്തവരാരുമില്ല. ഇന്ന് ഈ കുട്ടി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളരെ വലിയ ഒരു സ്റ്റാറായി മാറിയിരിക്കുകയാണ്. 15 ലക്ഷം രൂപ മുടക്കി ബോച്ചെ ഇന്ന് മൊണാലിസയെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇടയ്ക്ക് ബോച്ചെ ജയിലിൽ പോകാനിടയായ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾക്കറിയാമല്ലോ. ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ബോച്ചയ്ക്ക് വളരെ ഒരു വലിയ പങ്കുണ്ട്. ദാനധർമ്മങ്ങൾ നൽകുകയും ചാരിറ്റി വഴി എല്ലാ സഹായങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ. ഇടയ്ക്ക് അദ്ദേഹം ഒരു ഫംഗ്ഷന് പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീണ ഒരു വാക്കിനെ ചൊല്ലി അദ്ദേഹം വളരെയേറെ വിഷമിച്ച കുറച്ച് കാലഘട്ടങ്ങൾ ഈയിടെ ഉണ്ടായിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് അത് പടർന്നു പിടിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നും അല്ലാണ്ടാവുകയൊക്കെ ചെയ്തു പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിയെ 100% നല്ലത് എന്ന് പറയാറില്ല. എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും 1% തെറ്റോ പിഴവോ വന്നാൽ അത് തെറ്റ് തന്നെയാണ്. അത് ഒരിക്കലും പണം കൊണ്ട് മായ്ക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് സ്വാഭാവികം. അതുപോലെ ബോച്ചെ സ്ത്രീകളുമായി ഇടപെടുന്ന ചില വീഡിയോകളും കാര്യങ്ങളും അതൊക്കെ ആളുകൾ പല നെഗറ്റിവിറ്റികളും കണ്ടെത്താറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മൾ മലയാളികളല്ലേ പലതും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. അത് സ്വാഭാവികമായിട്ടും മലയാളികളുടെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്തു എന്ന് വിളിച്ച് പറയുന്ന ആൾക്കാരാണ് മലയാളികളെന്ന് പറയുന്നത്. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് വിളിച്ച് പറയുന്നവരാണ് നമ്മൾ മലയാളികൾ. അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഉള്ളവർക്ക് തന്നെ വീണ്ടും വാരിക്കൊടുക്കാതെ പാവപ്പെട്ടവർക്ക്, അതായത് ഇപ്പോൾ ബോച്ചെ ചെയ്ത നല്ലൊരു കാര്യമാണ്. മൊണാലിസ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇന്ന് അദ്ദേഹം കേരളം അറിയപ്പെടുന്ന ഒരു മോഡലിംഗ് ഫീൽഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയെ ആളുകൾ കൂടുതൽ ആരാധിക്കുന്നത്. അദ്ദേഹം മൊണാലിസയെ നമ്മുടെ പ്രണയ ദിനത്തിൽ ഒരു ഇനാഗുറേഷന് വേണ്ടിയിട്ട് കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. എവിടെയോ കിടന്നിരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അദ്ദേഹം ഇന്ന് മുന്നോട്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മൊണാലിസ ഈ രംഗത്ത് നല്ല രീതിയിൽ മുന്നേറും. മോഡലിംഗ്, ഇനാഗുറേഷൻ എന്നിങ്ങനെയുള്ള ഈ രംഗത്ത് ആ കുട്ടിക്ക് നല്ലൊരു ഭാവി തന്നെ ഉണ്ടാകും. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇനി മൊണാലിസ എന്ന പേരിൽ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷൻസുകളും കാര്യങ്ങളും അവരുടെ കടയുടെ മോഡലിംഗ് രംഗത്തുമൊക്കെ മൊണാലിസ ഇനി മുന്നിട്ട് ഉണ്ടാകുമെന്നാണ് ബോച്ചെ പറയുന്നത്. മാത്രമല്ല മൊണാലിസയ്ക്ക് മറ്റൊരു നല്ല അവസരം വന്നിരിക്കുകയാണ്. ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് മൊണാലിസ. ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ചിലർക്കെങ്കിലും അദ്ദേഹത്തോട് അസൂയ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ബോച്ചയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉയർച്ചയും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ കണ്ട് പലർക്കും അസൂയയും കാര്യങ്ങളും ഇതിനിടയിലുണ്ടാവും. ഇതൊക്കെ കൊണ്ട് തന്നെ പോയ ഒരു കാര്യമാണ് ഇടയ്ക്ക് അദ്ദേഹം ജയിലിൽ കിടക്കാനിടയായ സംഭവം. പക്ഷേ അദ്ദേഹം അതിൽ നിന്നൊക്കെ മുന്നേറി വന്ന് അവർക്കൊക്കെ കൊടുത്ത ഒരു മറുപടിയാണ് മൊണാലിസയെ ഇന്ന് ഈ രംഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതെ, അതുമാത്രമല്ല ഇനി അവരുടെ ജ്വല്ലറിയിലെ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഇനി ആ പെൺകുട്ടിയായിരിക്കും ചെയ്യുന്നത്. ചാരക്കണ്ണുള്ള ഒരു ശാലീന സുന്ദരി തന്നെയാണ് മൊണാലിസ എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ശരിക്കും മൊണാലിസയ്ക്ക് നാച്ചുറൽ ലുക്ക് തന്നെയാണ് ഭംഗി. കാരണം മേക്കപ്പൊക്കെ ഇട്ട് വന്നെങ്കിലും കുറേ പൊട്ടിയും ഇതൊക്കെ വാരിപ്പൂശി വന്ന ആ ആർട്ടിഫിഷ്യൽ ഭംഗിയേക്കാളും മൊണാലിസയ്ക്ക് എന്നും ചേരുന്നത് മൊണാലിസയുടെ നാച്ചുറലായിട്ടുള്ള ആ പഴയ സ്കിൻ ടോണും ആ ഒരു സ്റ്റൈലും ഒക്കെ തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ,
ഒരു പെൺകുട്ടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത് ഒരു തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ആ പെൺകുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ പെൺകുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ബോച്ചയെ പോലുള്ള നല്ല മനുഷ്യരുടെ മനസ്സ് അത് നമ്മളാരും കാണാതെ പോകരുത്. അദ്ദേഹം ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതമാണ് മുന്നോട്ട് കാണിച്ചു കൊടുത്തത്. ആ കുട്ടി ഇനി അങ്ങോട്ട് മുന്നോട്ട് രക്ഷപ്പെടും. ബോച്ചെ ഇങ്ങനെ ഒരു ഫീൽഡിൽ കൊണ്ടുവന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടി ചാരസ് ഒന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ എന്നും മുന്നേറുക തന്നെ ചെയ്യും. ഈ ഒരു കാലഘട്ടത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇതിലൂടെ മൊണാലിസയുടെ ജീവിതം തന്നെ മാറി മറിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.